കണ്ണൂരിന്റെ മലയോര മേഖലയെ വീണ്ടും ഭീതിയിലാഴ്ത്തി മുണ്ടറോട്ടുകൊല്ലി എന്ന ഒറ്റയാൻ ഇറങ്ങി. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി, കാനംവയൽ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ചയായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാന വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. പകൽ സമയത്തും ആന ഇറങ്ങുന്നതോടെ ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികൾ ഇപ്പോൾ കഴിയുന്നത്. ഒരു കാലത്ത് രാത്രിയിൽ മാത്രം ഭയം വിതച്ചിരുന്ന മുണ്ടറോട്ടുകൊല്ലി എന്ന ഒറ്റയാൻ ഇപ്പോൾ പട്ടാപ്പകലും ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി മുതൽ കാനംവയൽ വരെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 15 ദിവസമായി ഈ കാട്ടാനയുണ്ട്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിനൊപ്പം റോഡിലേക്ക് മരങ്ങൾ കുത്തിമറിച്ചിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും ഇപ്പോൾ സ്ഥിരമാണ്. വാഴ, കപ്പ, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ വിളകളെല്ലാം ആന നശിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിളവെടുപ്പ് പോലും നടത്താനാകാതെ പ്രതിസന്ധിയിലാണ് കർഷകർ. തൊഴിലാളികളും ഇപ്പോൾ തോട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുകയാണ്. ഈ കൊക്കോ വിളവെടുക്കാൻ പാകമായി. പക്ഷേ നമുക്ക് ആ കാട്ടാന ശല്യം കാരണം, അതായത് രാത്രിക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന കാട്ടാന ഇപ്പോൾ ചില സമയത്ത് പകൽ സമയത്ത് പോലും ഈ പുഴയുടെ വളരെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആണെങ്കിൽ നമ്മുടെ ജീവനിൽ കൊതിയായിട്ട് നമുക്കിപ്പം ഈ പറയുന്നത് വിളവെടുക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ തന്നെ മുകളിൽ കശുവണ്ടിയുണ്ട്. കശുവണ്ടിക്ക് പ്രദേശം നല്ല വിലയുണ്ട്. പക്ഷേ ഇത് ചോട്ടിക്കിടന്ന് പോകുന്നല്ലാതെ നമുക്കിത് പെറുക്കാൻ പറ്റുന്നില്ല. ഇത് പെറുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആനശല്യമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള, അതായത് ആനയെ ഇവിടുന്ന് ഓടിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങൾ ചെയ്തെന്നാൽ മാത്രമേ നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ. കാര്യങ്കോട് പുഴ കടന്നാണ് ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഈ പുഴയോരത്തെ റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം അകലെ വെച്ചാണ് 2 വർഷം മുമ്പ് ഒരു യുവാവിനെ ഈ കാട്ടാന ചവിട്ടിക്കൊന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മറ്റൊരു ദുരന്തം ഉണ്ടാകാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഇപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പം ആന സ്ഥിരം കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാണുന്നതെല്ലാം നശിപ്പിച്ച് പോവുക. ഇതിനൊരു പരിഹാരം നിലവിൽ ഉണ്ടാക്കി തരേണ്ടതാണ് ഗവൺമെൻറ്. ആനേനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയാൽ എല്ലാം അന്നേരത്തെ കൂടടക്കം കൊണ്ടുവരും. ആർക്കും ഒന്നും ചെയ്യാനുമില്ല, പറയാനുമില്ല, പ്രതിവിധി ഇല്ല. താനും 10-60 കൊല്ലമായിട്ട് വരാത്തടത്താണ് ഇപ്പോൾ ആന വന്നേക്കുന്നത്. എല്ലാത്തിനും കരവും കെട്ടി എല്ലാം കിടക്കുന്നത്. എല്ലാം സ്വന്തം വന്ന് പറയുകയും ചെയ്യും. കാട്ടിൽ ആന വന്ന് നശിപ്പിച്ച് തീർക്കുക. നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ഗവൺമെൻറ്റിന് കൊടുക്കണം. നമ്മളെ ഇത് കാട്ടിയത്ത് കിടത്തുകയില്ല. കാട്ടാന ഭീതിക്ക് പുറമെ യാത്രാക്ലേശവും രാജഗിരി നിവാസികളെ വലയ്ക്കുന്നുണ്ട്. തേജസ്വിനി പുഴയ്ക്കും കർണാടക വനത്തിനും ഇടയിൽ താമസിക്കുന്ന രാജഗിരി ഇടക്കോളനി നിവാസികളുടെ ഏക യാത്രാമാർഗമായ മുളപ്പാലം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. ഇവിടെ ഒരു കോൺക്രീറ്റ് നടപ്പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലം അറ്റകുറ്റപ്പണി നടത്താനുള്ള മുളകൾ ശേഖരിക്കുന്നതിന് കർണാടക വനംവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആ വഴിയും അടഞ്ഞു. വന്യമൃഗശല്യത്തിനും യാത്രാ ദുരിതത്തിനും ശാശ്വത പരിഹാരം വേണമെന്നാണ് മലയോര ജനതയുടെ ആവശ്യം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.